ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, സൈഡ് വേസ് ട്രെൻഡ്. ഇതിനകത്ത് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ട്രെൻഡിനനുസരിച്ച് ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതേപോലെ തന്നെ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലോ ഡൗൺ ട്രെൻഡിന്റെ അതേ വ്യൂ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ്സ് പുഷ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇതേപോലെ തന്നെ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആകുന്ന സൈഡിൽ നിന്ന് നമുക്ക് എൻട്രി എടുക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ട്രെൻഡ് അവസാനിക്കുന്നിടത്ത് നിന്ന് ഓപ്പോസിറ്റ് വ്യൂവിൽ എൻട്രി എടുക്കാം. അങ്ങനെ എൻട്രി എടുക്കുന്നതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് നോർമൽ എടുക്കുന്ന എൻട്രീസിനേക്കായി കൂടുതൽ നമുക്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഏത് സമയം റിവാർഡ് ഫോക്കസ് ചെയ്യുന്നത് അടുത്ത ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഏറ്റവും മുകളിൽ നിന്നൊക്കെ എൻട്രി എടുക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് അവസാനിക്കുന്നിടത്ത് നിന്ന് എൻട്രി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഹൈ റിവാർഡിൽ എൻട്രീസ് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം, മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങനെ ഫോം ചെയ്യുന്നത്? ആദ്യം ഒരു ഹൈ, പിന്നെ ഒരു ലോ, വീണ്ടും ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഈ ഒരു ഫോർമാറ്റിലാണല്ലോ. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ലോയ്ക്ക് മുകളിലായിട്ട് പുതിയ ലോ, അത് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് നോർമലി സംഭവിക്കേണ്ടത്. എന്നാൽ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ ഉണ്ടല്ലോ, അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സ്ട്രക്ചറിലോട്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അപ് ട്രെൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഡൗൺ ട്രെൻഡ്. അപ്പം ഡൗൺ ട്രെൻഡിലോട്ട് പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ സംഭവിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ലോ, അതിനെ പറയുന്ന പേരാണ് മാർക്കറ്റിന്റെ MSS എന്ന് പറയും, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. രണ്ടാമത്, MSSന് ശേഷം ക്രിയേറ്റ് ചെയ്ത പുതിയ സ്ട്രക്ചർ, ഇതിനെ പറയുന്ന പേരാണ് BMS, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ MSS, സെക്കൻഡ് ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ BMS. ഇതിൽ MSS മാർക്കറ്റിൽ സംഭവിക്കുമ്പം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് 50% മാർക്കറ്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ സൈൻ തന്നു. ഓക്കെ, ഒരിക്കലും MSS സംഭവിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആയി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഒരു ട്രെൻഡ് റിവേഴ്സലിനകത്ത് MSSന്റെ പാർട്ട് 50% ആണ്. MSSന് ശേഷം ഒരു BMS കൂടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആണ് മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സ് ആയി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, എങ്കിലും ഇവിടെ ഒരു 80%, മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും ഒരു 80-90% മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ബാക്കി മാർക്കറ്റിന്റെ മൂവ്മെന്റിന് വിട്ടുകൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം MSSും BMSും മാർക്കറ്റിൽ സംഭവിച്ചാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആയെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഡൗൺ ട്രെൻഡിന്റെ കാര്യത്തിലാണെങ്കിലും ഇതേ ഫോർമാറ്റ് തന്നെ. ഡൗൺ ട്രെൻഡിന്റെ സ്ട്രക്ചർ ഈ ഒരു ഫോർമാറ്റ് ആണല്ലോ. ഇതിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഹൈ എന്ത് ചെയ്യും, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഹൈ ബ്രേക്ക് ചെയ്തത് MSS, അതിനുശേഷം ക്രിയേറ്റ് ചെയ്ത സ്ട്രക്ചർ BMS. ഓക്കെ, ഈ സ്ട്രക്ചർ BMS കണ്ടില്ലേ? അപ്പം ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ടാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിൽ കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് യൂറോയുടെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിന്റെ ചാർട്ടാണ്. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ട്രെൻഡിൽ ഡൗൺ ട്രെൻഡ് വന്നിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പോയിന്റ് തൊട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ ഡൗൺ ട്രെൻഡ് ആണ് ഫോം ചെയ്ത് വന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് എത്തി ഇവിടെ പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നോർമലി മാർക്കറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെയും വീണ്ടും പുതിയ ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ വെച്ച് എന്ത് ചെയ്യും, മാർക്കറ്റ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈ അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. അതിനുശേഷം പുതിയൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യും. കണ്ടില്ലേ? ഇവിടെ ഇങ്ങനെയാണ് മാർക്കറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഈ സ്ട്രക്ചറാണ് MSS എന്ന് പറയുന്നത്. സെക്കൻഡ് ക്രിയേറ്റ് ചെയ്തത് BMS. ഓക്കെ, അപ്പം ഈ ഒരു ട്രെൻഡ് എന്ത് ചെയ്തു, ഇവിടെ നിന്ന് അവസാനിച്ചിട്ട് MSSും BMSും തന്നു മാർക്കറ്റ് പുതിയൊരു ട്രെൻഡിലോട്ട് കയറി. കണ്ടില്ലേ? പുതിയൊരു അപ് ട്രെൻഡിലോട്ട് കയറി. അതിന് തൊട്ട് മുന്നത്തെ ഇവിടെ നോക്കിയാലും എന്താണ്, അതേപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫോം ചെയ്തു. ഓക്കെ, ഈ ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ഇവിടെ വെച്ച് എന്ത് ചെയ്തു, മാർക്കറ്റ്
ബ്രേക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് MSS ഉം BMS ഉം തന്നു മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ MSS ഉം BMS ഉം നോക്കിയാണ് മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. പല ആൾക്കാരുടെ എൻട്രി കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ സിസ്റ്റമാണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആണ് ബ്രേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, എന്നാൽ പല സമയത്തും ഈ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചറിനെ, ഇപ്പൊ എക്സ്റ്റേണൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇതൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിം ആണ് നോക്കുന്നതെങ്കിൽ ഈ ഹൈയും ലോയും എക്സ്റ്റേണൽ സ്ട്രക്ചറിനകത്ത് വിടുന്നതാണ്. ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 15 മിനിറ്റിനകത്തുള്ള ടൈം ഫ്രെയിമുകൾ, ഏതൊക്കെ 5, 3, 1, ആ ഒരു ഫോർമേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതാണ് ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ ഒരു സ്ട്രക്ചർ ഫോർമേഷൻ തരാറുണ്ട്. പല സിറ്റുവേഷനിലും ഇതും നമ്മൾ MSS ഉം BMS ആയിട്ട് എടുക്കാറുണ്ട്. അതെല്ലാവരും എടുക്കാറില്ല. അപ്പം നമ്മുടെ കൺസെപ്റ്റിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളിത് ഫോക്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു കാര്യം കൂടെ നോക്കുന്നുണ്ട്. ഇവിടെ ഫോം ചെയ്യുന്ന ക്യാൻഡിൽസിന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കാറുണ്ട്. ഓക്കെ, ഇവിടെ നല്ലൊരു ഫുൾ ബോഡി ക്യാൻഡിൽ അല്ലെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ ബ്രേക്ക് നമ്മൾ പറയും. ആ ഒരു ഫോർമേഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു ഏരിയയിലും ഇന്റേണൽ സ്ട്രക്ചറിനകത്തുള്ള MSS ഉം BMS ഉം ഒരു എൻട്രിക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം MSS ഉം BMS ഉം നിങ്ങളിപ്പം ചെയ്തുകൊണ്ട് നിൽക്കുന്ന എൻട്രി കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് വാല്യൂ ഉള്ളതുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുക? ഇതിനും കൂടെ കുറച്ച് വാല്യൂ കൊടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ട്രെൻഡിനൊപ്പം ട്രേഡ് ചെയ്യുന്നത് പോലെ തന്നെ ട്രെൻഡ് റിവേഴ്സലിന്റെ സമയത്തും എൻട്രി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഹൈ റിവാർഡ് എൻട്രീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുഷ് ചെയ്യാൻ പറ്റും.